ചേട്ടാ ആ പ്രമാണത്തിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. കുഴപ്പമില്ലല്ലപ്പാ. കൊള്ളാം കൊള്ളാം. ആ കണ്ട ഒരു മനയൊക്കെ ഉണ്ട്. തരക്കേടില്ല, നല്ല വീട്. ഉറപ്പിച്ചോ? ആ ഏകദേശം ഒരു ധാരണയായി. അടുത്ത ആഴ്ച എഴുതാന്നാ. അല്ല മനസ്സിലായില്ല. ഞാൻ തമ്പി, വേലു തമ്പി. അല്ല, ഇവിടുത്തെ ഇത് സേവ്യർ കുബേര. അല്ല കാലിനും തോറ്റി. റോഡ് മൊത്തം കെട്ടറല്ലേ? ഞങ്ങൾക്ക് അങ്ങനെ തോന്നില്ലല്ലോ. നിങ്ങൾ പുതിയതല്ലേ? അതെ. സാവധാനം ബോധ്യായിക്കോളും. ഏതായാലും ഇതുപോലൊരു വടിക്ക് ഓർഡർ ചെയ്ത് വെച്ച്. ഏതായാലും തീരുമാനിച്ചുറപ്പിച്ച സ്ഥിതിക്ക് ഞങ്ങൾ ഇനി ഒന്നും പറയുന്നില്ല. ജനമൈത്രി നഗറിലേക്ക് സുസ്വാഗതം. ഒരു പ്രധാന കാര്യം ചോദിച്ചോട്ടെ, ഇവിടത്തെ ബിവറേജ് കോർപ്പറേഷൻ എവിടെ? ആ വളവിലുണ്ട്, അവിടെ തന്നെ അല്ലേ? എന്തോന്നപ്പ ഇത്? ചുമ്മാ അല്ല, അവരാ വടി ഓർഡർ ചെയ്യാൻ പറഞ്ഞതിൽ എന്തോ ഒരു അപകട സൂചന ഉണ്ടല്ലോ. എന്തപകടം? അച്ഛൻ നോക്ക്, വല്ല കുഴപ്പമുണ്ട് ഈ റോഡിന്? കേരളത്തിലെ മറ്റുള്ള റോഡുകളെ വെച്ച് നോക്കുമ്പോ ഇതാണ് ഭേദം. ഇവന്മാര് വല്ല വെള്ളം അടിച്ച് വണ്ടി ഓടിച്ച് കാണും. അപ്പൻ്റെ അത്രയൊന്നും കപ്പാസിറ്റി കാണൂല്ലോ. ഏതായാലും എനിക്ക് ഒരു കാര്യം ഇഷ്ടപ്പെട്ടു. എന്തോന്ന്? അടുത്തൊരു SI ഉള്ളതുകൊണ്ട് കള്ളന്മാരെ പേടിക്കണ്ട. ഓ കള്ളന്മാരാ അപ്പ ഭേദം. മോഷണം മാത്രല്ലേ ഉള്ളൂ, ഭീഷണിയില്ലല്ലോ. ഈ അച്ഛനെ കൊണ്ട് തോറ്റു. വീടും ലൊക്കേഷനും അയൽവക്കൊന്നും അച്ഛന് പ്രശ്നമല്ല. വാക്കബിൾ ഡിസ്റ്റൻസിൽ ബിവറേജ് ഉണ്ടോ അത് മതി. ആ മഞ്ജു, ഇതിനേക്കാ വലിയ വീടാ. നമുക്ക് 4 പേർക്ക് അത് കൊട്ടാരാ. ഇത്തിരി പഴക്കമൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു കോട്ട് പെയിന്റ് അടിച്ചാൽ നമുക്ക് മാറ്റാവുന്നതേ ഉള്ളൂ. പിന്നെ പുറംപണിയൊക്കെ നമുക്ക് സൗകര്യം പോലെ ചെയ്യാം. ആ നിനക്ക് സന്തോഷമുള്ളൊരു വാർത്തയുണ്ട്. നല്ല അടിപൊളി കിച്ചൺ മോഡുലാ. എടീ നീ കേൾക്കുന്നുണ്ടോ? ഉണ്ടേ. ഞാനെന്ത് പറയാനാ? നിങ്ങൾ കാണുന്നു, നിങ്ങൾ തീരുമാനിക്കുന്നു. പെണ്ണുങ്ങൾ അഭിപ്രായം പറയാൻ പാടില്ലല്ലോ. അതല്ലേ നിങ്ങളുടെ കാഴ്ചപ്പാട്. നിനക്ക് ഇതുവരെ എന്നെ മനസ്സിലായില്ലല്ലോ മഞ്ജു. ഈ ലോകത്ത് നിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്നെപ്പോലെ അറിയുന്ന വേറെ ആരാ ഉള്ളേ? ആ വീട്ടിൽ മുഴുവൻ ഞാൻ തരഞ്ഞത് നിന്റെ ഇഷ്ടങ്ങളായിരുന്നു. നിനക്ക് വേണ്ടി ഞാൻ കണ്ടാ പോരേടി. ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ നമ്മളൊരു പുതിയ വീട് വാങ്ങുന്നത്. അപ്പൊ അത് കാണാൻ ഭർത്താവിനോടൊപ്പം പോവുക, അത് ഏതൊരു പെണ്ണിന്റെ മോഹമല്ലേ? കുട്ടിയേട്ടന്റെ സ്കൂട്ടറിന്റെ പുറകിലെ ഒട്ടിപ്പിടിച്ചിരുന്ന്. നീ എന്താടി കൊച്ചുകുട്ടികളെ പോലെ? അച്ഛനെ കൊണ്ടുപോയത് അതിന്റെ പ്രശ്നം? വയസ്സായ ആളല്ലേ, വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു. അച്ഛൻ വിഷമിക്കുന്നത് കുട്ടിയേട്ടന് സഹിക്കില്ല. എന്റെ ഫീലിങ്സ് ആർക്കും ഒരു പ്രശ്നമല്ല. അയ്യേ, നിന്റെ മനസ്സിൽ ഇതൊക്കെയാണോ? നിനക്ക് എന്താ ഇവിടെ ഒരു കുറവ്? ഏയ്, എനിക്ക് ഒരു കുറവുമില്ല. സന്തോഷമാണ്. രാവിലെ എണീക്കുക, അടുക്കള കയറുക, വെക്കുക, വിളമ്പുക, കഴിക്കുക. അഭിപ്രായങ്ങൾ മാത്രം പറയാൻ പാടില്ല. അതാണല്ലോ ഭാര്യ, അതാണല്ലോ സ്ത്രീ. കൂടുതൽ പറഞ്ഞാലേ ഇങ്ങോട്ട് തിരിഞ്ഞെടുക്ക് മഞ്ജു. കൊഞ്ചല്ലേ? ആള് കൂടുന്നിടത്തൊന്നും അവള് വരത്തില്ലെന്നേ. എല്ലാവരും ബാച്ചിലേഴ്സ് ആയിട്ടാണല്ലോ, ഭാര്യമാരൊന്നും ഇല്ലേ? അവരൊക്കെ ഭയങ്കര തിരക്കിലല്ലേ. ജനറൽ ബോഡി, ലോക്കൽ മീറ്റിംഗ്, സംസ്ഥാന സമ്മേളനം, ഒന്നും പറയണ്ട. ഒരു പുതിയ ഫാമിലിയെ കിട്ടിയതിന്റെ ത്രില്ലില്ല അവര്. അതുകൊണ്ട് എത്ര പാതിരാത്രി ആയാലും അവരിങ്ങോട്ട് എത്തും. അച്ഛാ ബാലൻ. ആ ബാല, അപ്പൊ എന്താ അമ്മ വിഷയം കൂട്ടായിരുന്നല്ലേ? അവരുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയാമോ? അച്ഛാ ഹേയ് ബാമി. എല്ലാരും വന്നല്ലോ. എന്നാ പിന്നെ താമസിക്കണ, നമുക്ക് ചടങ്ങ് തുടങ്ങാം. വന്നാട്ടെ വന്നാട്ടെ. തുടങ്ങല്ലേ ചടങ്ങ് നടക്കട്ടെ. ബാമേ, അമ്മ കൊടുത്തു. വേണ്ട, മോള് കൊടുത്തിട്ടെ. ഐശ്വര്യമുള്ള ഒരാൾ കൊളത്തിട്ട അപ്പൊ അതല്ലേ നല്ലത്. ചുമ്മാ ഇരിയടാ. ഒരു നല്ല കാര്യം നടക്കുമ്പോ അവളെ ഇട്ട് ഇളക്കാതെ. അമ്മേ, അമ്മ വാ. വേണ്ട, ഒരു നല്ല കാര്യത്തിന് വിളിച്ചാലും എത്ര വലിയ പാട്. ഇനി ഞാൻ നിന്നാ പണി കിട്ടും. ഇന്നും ബാങ്കിൽ പോണോ നിനക്ക്? സ്റ്റാഫ് രണ്ടും കണക്കാച്ചാ. ഇനി ചെല്ലുമ്പോ അറിയാ എന്തൊക്കെ പുകല ഉണ്ടാക്കി വെച്ചിട്ടുള്ളതെന്ന്. അമ്മേ ഞാൻ ഇറങ്ങട്ടെ. അപ്പൊ എല്ലാരോടും അച്ഛാ, അമ്മേ മോള് പായസം നോക്കിക്കൊള്ളണേ.
സോറി ട്ടോ ലേറ്റ് ആയി. എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ബൈ ദ ബൈ, ആരാ ഫ്രണ്ടിലിരിക്കുന്ന മോപ്പിൾസ്? ഒന്ന് എന്റെ അച്ഛന്, വണ്ണമുള്ളയാൾ ചേട്ടന്റെ അച്ഛൻ. ഈ കിളവന്മാരൊക്കെ വെറും വേസ്റ്റാ. പെട്ടെന്ന് ഡിസ്പോസ് ഇവരൊക്കെ ആരാ? അയലോക്കാരാ. ഇളക്കവും പത്രാസും ഒക്കെ കണ്ടിട്ട് കുഴപ്പക്കാരാണെന്നാ തോന്നുന്നു. അയ്യോ, പുറത്തുനിന്ന് കണ്ടപ്പോ ചെറുതാണെങ്കിലും നല്ല വീടാണെന്ന് തോന്നി. പക്ഷേ അടുക്കള വന്നപ്പോ സകല ഇംപ്രഷനും പോയി. അതെന്നെ, നിന്ന് തിരിയാൻ പോലും സ്ഥലമില്ല. ഇന്നത്തെ കാലത്ത് യൂട്ടിലിറ്റി ഏരിയ ഇല്ലാത്ത ഒരു കിച്ചൺ സങ്കല്പിക്കാനേ വയ്യ. അയ്യോ, ഇറ്റ്സ് ഹൊറിബിൾ. വീട് കാണാൻ വന്നപ്പോ മഞ്ജു ഇതൊന്നും ശ്രദ്ധിച്ചില്ലേ? ഞാനല്ല വന്നത്, കുട്ടിയേട്ടനും അച്ഛനും കൂടിയാ. നെവർ മൈൻഡ് മഞ്ജു, കുറച്ചു കാലം താമസിച്ചു കഴിഞ്ഞ് ഈ തങ്ങ ഇടിച്ചു പൊളിച്ച് കളഞ്ഞാ മതി. പുള്ളിക്കാരൻ ആളെങ്ങനെയാ? റിസപ്റ്റീവ് ആണോ? എല്ലാ കാര്യത്തിലും മഞ്ജുവിന്റെ അഭിപ്രായം കൂടി ചോദിക്കാറുണ്ടോ? മുഖം മനസ്സിന്റെ കണ്ണാടിന്നാണ്. അങ്ങനെയല്ല, എല്ലാത്തിനും ഞാൻ എന്റെ സജഷൻസ് പറയും. പക്ഷേ പുള്ളിക്കാരൻ പിടിച്ച മുയലിന് 3 കൊമ്പ. അതല്ലേ സത്യം? അങ്ങനല്ല. നോക്ക് മഞ്ജു, ഇത് മഞ്ജുവിന്റെ മാത്രം പ്രശ്നമല്ല. അടിച്ചമർത്തപ്പെട്ട ഭാര്യ, അതൊരു ആഗോള പ്രതിഭാസമാണ്. സ്ത്രീകൾ സംഘടിക്കുക, അത് മാത്രമേ ഉള്ളൂ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം. സമാന ചിന്താഗതികളുള്ള സ്ത്രീകൾ കൈകോർക്കുക. ഈ ആശയത്തിൽ നിന്നും ജന്മം കൊണ്ടതാണ് സ്ത്രീ സമത്വവേദി എന്ന പ്രസ്ഥാനം. സ്ത്രീയും പുരുഷനും സമാസമം, അതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. ഗംഗേ, നീ നമ്മുടെ ബ്രോഷറിങ് എടുത്തോ. മഞ്ജു, സമയം കിട്ടുമ്പോ ഇതൊന്നും മനസ്സിരുത്തി വായിക്കേ. ദിസ് ഈസ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ത്രില്ലിംഗ് ടു. അതെ മഞ്ജു, ഒറ്റയ്ക്കാണെന്നുള്ള ചിന്ത ഇതോടെ അങ്ങ് ഉപേക്ഷിച്ചേക്കാം. ഏത് പാതിരാത്രിക്കും എന്ത് ആവശ്യത്തിനും വിളിച്ചാൽ മതി, ഞങ്ങളുണ്ടാവും കൂടെ. ബൈ ദ ബൈ മഞ്ജു, നെക്സ്റ്റ് മന്ത് മീറ്റിംഗ് എന്റെ വീട്ടിൽ വെച്ചാ. പ്ലീസ് ഡു ഡ്രോപ്പ് ഇൻ, ഓക്കെ? സാറ്റർഡേ 23rd. ഡേറ്റ് മറക്കണ്ട. ഓക്കെ ഡാർലിംഗ്, സീ യു. ബൈ ബൈ മഞ്ജു. ബൈ മഞ്ജു. പാവം കുട്ടിയല്ലേ? അതെ അതെ.